നമസ്കാരം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നത് IDE പറ്റിയായിരുന്നു. അതായത് ഇൻ്റഗ്രേറ്റഡ് ഡെവലപ്മെൻറ്റ് എൻവയൺമെൻറ്റ്. നമുക്ക് ഏതെങ്കിലും ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പഠിക്കാനായിട്ട് ആവശ്യമുള്ള, അതായത് കോഡ് എഡിറ്റിങ്ങിനും കമ്പൈലിങ്ങിനും രണ്ടും സാധ്യമാകുന്ന ഒരു തരത്തിലുള്ള സോഫ്റ്റ്വെയർസിനാണ് നമ്മൾ IDE എന്ന് വിളിക്കുന്നത്. അതിനകത്ത് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന കോഡ് ബ്ലോക്സ് ആണെന്ന് പറഞ്ഞായിരുന്നു. ആ കോഡ് ബ്ലോക്സ് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം, നിങ്ങളുടെ സിസ്റ്റത്തിൽ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്നാണ് ഇപ്പോൾ ഞാൻ കാണിക്കുന്നത്. വിൻഡോസിൽ എങ്ങനെ കോഡ് ബ്ലോക്സ് ഇൻസ്റ്റാൾ ചെയ്യാം. സോ ജസ്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്യുക. ഗൂഗിളിൽ കോഡ് ബ്ലോക്സ് എന്ന് സെർച്ച് ചെയ്യുക. കോഡ് ബ്ലോക്സ് സെർച്ച് ചെയ്യുക. ഫസ്റ്റ് വരുന്ന സൈറ്റ് codeblocks.org ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ ഡൗൺലോഡ്സ് എന്ന ടാബ് ക്ലിക്ക് ചെയ്യുക. ശേഷം ഡൗൺലോഡ് ദ ബൈനറി റിലീസ് എന്ന് പറഞ്ഞിട്ട് അത് ക്ലിക്ക് ചെയ്യുക. സെലക്ട് ചെയ്യേണ്ടത് വിൻഡോസ് XP or 7 or 8 Linux. അത് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ വരുന്ന കുറേ സോഫ്റ്റ്വെയർസ് കാണിക്കുന്നുണ്ട്. കോഡ്ബ്ലോക്സ് 20.03 setup.exe, അതിൽ mingw.setup.exe എന്ന് പറഞ്ഞിട്ട് ആ ഫയൽ സെലക്ട് ചെയ്യുക. ഓക്കെ, അത് ഡൗൺലോഡ് ലിങ്ക് ഫോർസബിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. sourceforge.net നിന്ന് നമുക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഫോർസബിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുക. ഞാനിപ്പോൾ അങ്ങനെ ചെയ്യുന്നത് നിങ്ങളുടെ ഇഷ്ടം. സോ ഇവിടെ ഡൗൺലോഡ് ആവുന്നുണ്ട്. ഓക്കെ, ഞാൻ വീഡിയോ ഒന്ന് പോസ് ചെയ്യാണ്. സോ നമ്മുടെ ഡൗൺലോഡ് ആയിട്ടുണ്ട്. കോഡ് ബ്ലോക്സ് സെലക്ട് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്ത് ഫയൽ ഓപ്പൺ ചെയ്യുക. ഡൗൺലോഡായ ഫയൽ ഓപ്പൺ ചെയ്യുക. യെസ് കൊടുക്കുക. അപ്പോൾ വരുന്ന വിൻഡോയിൽ നെക്സ്റ്റ് അടിക്കുക. വീണ്ടും ഐ അഗ്രി കൊടുക്കുക. നെക്സ്റ്റ് ഇൻസ്റ്റാൾ. ഓക്കെ, ഞാൻ എന്താ വെച്ചാൽ ഇതിപ്പോൾ ഇങ്ങനെ കാണിക്കുന്നത്, ഞാൻ ഓൾറെഡി നേരത്തെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ആ ഫോൾഡേഴ്സ് കിടപ്പുണ്ടെന്ന് കാണിക്കുന്നു. ഓക്കെ, നമുക്ക് യെസ് കൊടുക്കാം. ഇൻസ്റ്റാൾ ആയിക്കോളും. ഓക്കെ, ഇപ്പം നമ്മൾ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഇൻസ്റ്റാൾ ആയി കഴിയുമ്പോൾ ഇങ്ങനെ ചോദിക്കുന്നു, ഡു യു വാണ്ട് ടു റൺ കോഡ് ബ്ലോക്സ് നൗ? യെസ്. സോ കോഡ് ബ്ലോക്സ് ഓപ്പൺ ആയി വരുന്നുണ്ട്. ഫസ്റ്റ് ഓപ്പൺ ആയി വരുമ്പം നമുക്ക് ഇങ്ങനെ ആയിരിക്കും നമ്മുടെ വിൻഡോ കാണാൻ പറ്റുന്ന കോഡ് ബ്ലോക്സ്. സോ കോഡ് ബ്ലോക്സ് വിൻഡോയിൽ നമുക്ക് പുതിയൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യാം. ഫയൽ ന്യൂ empty ഫയൽ. ഇനി നമുക്കിവിടെ ടൈപ്പ് ചെയ്യാം. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് ലെസൺസ് സ്റ്റാർട്ട് ചെയ്യാം. ടോപ്പിക്സ് ഞാൻ സിലബസ് പ്രകാരം ഓരോരോ സെക്ഷൻസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ജസ്റ്റ് ഞാൻ ടൈപ്പ് ചെയ്യുന്നുണ്ടോ, ഇങ്ങനെ നമുക്കവിടെ ടൈപ്പ് ചെയ്യാം. ദാറ്റ്സ് ഓൾ. സോ ബാക്കി കാര്യം നമുക്ക് അടുത്ത വീഡിയോയിൽ